ഓക്കെ ഗായ്സ്, അപ്പോൾ എല്ലാവരും പെട്ടെന്ന് വീഡിയോ ആണ് ചെയ്യാം. ഈ ഫിഗർ പെട്ടെന്ന് തന്നെ വരച്ചെടുക്കുക, കുറച്ച് വലുതാക്കി വരയ്ക്കുക. ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. കൺസെപ്റ്റ് ഒക്കെ സിമ്പിൾ ആണ്, പക്ഷെ വളരെ ലെങ്തി പ്രോബ്ലം ആണ്. തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർന്നില്ല എങ്കിൽ ഇതിൻ്റെ ബാക്കി നിങ്ങൾ ചെയ്യാം, ഡൗട്ടുകൾ ചോദിക്കുക. ഫിഗർ വരച്ചെടുത്തോളൂ പെട്ടെന്ന്. കറണ്ടിന്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യുക, ശ്രദ്ധിച്ച് മാർക്ക് ചെയ്യുക. നമുക്ക് എ ബി ദെൻ എ സി അതുതന്നെ ബി സി, ഈ 3 ബ്രാഞ്ചിലുള്ള കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങളുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് 2 years ബാക്ക്. വളരെ ലെങ്തി ആണ്. കൺസെപ്റ്റ് സിമ്പിൾ ആണ്, വളരെ ലെങ്തി ആണ്. കിർച്ചോഫിന്റെ ലൂപ്പ് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൽ കറണ്ട് തന്നിട്ടില്ല. ഏതൊക്കെ ബ്രാഞ്ചിലുള്ള എത്ര കറണ്ട് ആണ്, ലൈക്ക് I1 ആണ്, I2 ആണ്, I3 ആണ്, അതൊന്നും തന്നിട്ടില്ല. അത് നമ്മൾ തന്നെ എടുക്കണം. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഹിയർ. ഓക്കെ, ഈ ഒരു കറണ്ട് ഇവിടെ, ഇതാണ് ഡയറക്ഷൻ. ഈ കറണ്ടിന്, അതായത് സിയിൽ നിന്ന് എയിലേക്ക് പോകുന്ന ഈ കറണ്ട്, മക്കളെ ശ്രദ്ധിക്കുക കേട്ടോ, എല്ലാവരും വരച്ചെടുക്കുക. അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കുക. ഇനി എടുത്തിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്യുക, ഇവിടെ ശ്രദ്ധിക്കുക. ഈ കറണ്ട് നമുക്ക് I1 എടുക്കാം. ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഈ കറണ്ട് നമുക്ക് I1 എടുക്കാം. ഓക്കെ, സോ I1 കറണ്ട് ഇങ്ങനെ വരാണ്. ഈ കറണ്ടാണ് സ്പ്ലിറ്റ് ആയിട്ട് ഒരു ബ്രാഞ്ചിലൂടെ ഒരു കറണ്ട് ഇതിലേയും പോവും, എ ബിയിലേക്ക് പോവും. അനന്തര ബാക്കിയുള്ള കറണ്ട് ഇവിടെയും പോവും. സോ നമുക്ക് ഈ കറണ്ടിനെ I2 എന്ന് വിളിക്കാം. ഈ എയിൽ നിന്ന് ഡിയിലേക്ക് പോകുന്ന ഈ കറണ്ട് നമുക്ക് I3 എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് വി നോ അപ്ലൈങ് കിർച്ചോഫ് ഫസ്റ്റ് ലോ, ജംഗ്ഷൻ റൂൾ അറ്റ് ദിസ് ജംഗ്ഷൻ. നമുക്കറിയാം ഈ കറണ്ട് ഇങ്ങനെ വരികയാണ്. I1 കറണ്ട് വരുന്നത്, I2 കറണ്ട് ഇങ്ങോട്ട് പോവാണ്. സോ ബാക്കിയുള്ള കറണ്ട് ആണല്ലോ ഇങ്ങോട്ട് വരുന്നത്. സോ ദിസ് കറണ്ട് മസ്റ്റ് ബി I1 മൈനസ് I2. ക്ലിയർ ആണ്? കൈയാണ് ചോദിക്കുകയാണെങ്കിൽ യെസ്, കറണ്ട് വന്നു. ഇവിടെ നിന്ന് ഏതോ ഒരു കറണ്ട് വന്ന് ഇവിടെ കൂടെ ഇങ്ങോട്ട് പോവാണ്. സോ നമുക്ക് ഈ കറണ്ട് അറിയില്ല, I3 എന്ന് വിളിക്കാം. I3. സോ ഈ കറണ്ട് ഇങ്ങനെ വന്നു, സെയിം കറണ്ട് ഇങ്ങോട്ട് പോകുന്നത്. വേറെ റെസിസ്റ്റൻസും കാര്യങ്ങളൊന്നുമില്ല, വേറെ ബ്രാഞ്ച് ഒന്നുമില്ല. സോ ഇതും I3 തന്നെ. ഇവിടെ നിന്ന് ഈ കറണ്ട്, അതായത് ബിയിൽ നിന്ന് സിയിലേക്ക് വരുന്ന ഈ കറണ്ട് എന്തായിരിക്കും നോക്കാം. ഈ ജംഗ്ഷനിൽ നമ്മൾ ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ I2 കറണ്ട് ഇങ്ങോട്ട് വരുന്നത്, I3 കറണ്ട് വരുന്നുണ്ട്. രണ്ടും കൂടെയാണ് ഇവിടേക്ക് വരുന്നത്. സോ ഈ കറണ്ട് എന്തായിരിക്കണം? I2 പ്ലസ് I3 ആയിരിക്കണം. ഈ കറണ്ട് I2 പ്ലസ് I3. ക്ലിയർ ആണ്? കൈയാണ് ചോദിക്കുകയാണെങ്കിൽ സോ I2 പ്ലസ് I3 ആണ് ഇങ്ങോട്ട് വരുന്നത്. അതിൽ നിന്ന് I1 കറണ്ട് ഈ ബ്രാഞ്ചിലേക്ക് പോവാണ്. ബാക്കിയുള്ള കറണ്ടാണ് താഴേക്ക് വരുന്നത്, സിയിൽ നിന്ന് ഡിയിലേക്ക് വരുന്നത്. സോ ഈ കറണ്ട് എന്തായിരിക്കും? I1 പ്ലസ് I3 മൈനസ് I1, സോറി I2 പ്ലസ് I3 മൈനസ് I1. അതായിരിക്കണ്ടേ ഈ അടിക്കുള്ള കറണ്ട്.
ക്ലിയർ ആണ്? കൈ കാണിച്ച് നോക്കുകയാണെങ്കിൽ സോ സിയിൽ നിന്ന് ഡിയിലേക്ക് വരുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറണ്ട് ഇങ്ങോട്ട് വരുന്നത് I2 പ്ലസ് I3 ആണ്. സോ I2 പ്ലസ് I3 മൈനസ് കുറെ കറണ്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട്, I1 ഇങ്ങോട്ട് പോകുന്നുണ്ട്. സോ മൈനസ് I1 ഇതാണ് ഈ കറണ്ട്. സോ എല്ലാ കറണ്ടും നമുക്കായി, എല്ലാ ബ്രാഞ്ചിലെയും കറണ്ടുകൾ നമ്മൾ മാർക്ക് ചെയ്തു. നമുക്കിവിടെ ഇനി കിർച്ചോഫ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഈ ABCA എന്ന് പറയുന്ന ഈ ലൂപ്പിൽ ABCA കിർച്ചോഫ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാം. സാറേ കളഞ്ഞോളൂ, സൈഡ് കളഞ്ഞു. ലൂപ്പ് റൂൾ ഇൻ ABCA ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാം. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഇവിടെ നിന്ന് പോവാണ്, കറണ്ടിന്റെ സെയിം ഡയറക്ഷനിൽ പോകുന്നത്. I2 ആണ് കറണ്ട്, റെസിസ്റ്റൻസ് 4 ohm ആണ്. സോ I2 × 4 അല്ലെങ്കിൽ 4I2 പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് മനസ്സിലാവും. കറണ്ടിന്റെ സെയിം ഡയറക്ഷനിലാണ് ലൂപ്പും പോകുന്നത്, സോ നെഗറ്റീവ് ആണ്. മൈനസ് 4I2 ശരി ബിയിലെത്തി, ഇങ്ങോട്ട് വരിക. I2 പ്ലസ് I3 × 2, സോ 2 × I2 പ്ലസ് I3 പ്ലസ് ആണോ മൈനസ് ആണോ? കറണ്ടിന്റെ സെയിം ഡയറക്ഷനിൽ ലൂപ്പും പോകുന്നത്, സോ മൈനസ് ആണ്. ശരി, സിയിലെത്തി. സിയിൽ നിന്ന് എയിലേക്ക് പോവാണ്. സോ ഇവിടെ I1 കറണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്, I1 × 1. സോ I1 പ്ലസ് ആണോ മൈനസ് ആണോ? അതും മൈനസ് ആണ്, കറണ്ട് സെയിം ഡയറക്ഷനിൽ പോകുന്നത്, സോ മൈനസ് I1. ഇവിടെ ഈ നമ്മുടെ സെല്ലുണ്ട്, സെല്ലിന്റെ EMF എന്ത് വരും? സെല്ലിന്റെ EMF 10 വോൾട്ട് ആണ്. നമ്മൾ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോകുന്നത്. സോ സെല്ലിന്റെ EMF എവിടേക്കാ പോകുന്നതെന്ന് നോക്കാം. പോസിറ്റീവിലേക്കാണെങ്കിൽ അത് പോസിറ്റീവ് ആണ്, നെഗറ്റീവിലേക്കാണെങ്കിൽ നെഗറ്റീവ് ആണ്. സോ പോസിറ്റീവിലേക്ക് പോകുന്നത്, സോ 10 ആണ്, പ്ലസ് 10 വോൾട്ട് ആണ്. പ്ലസ് 10 വോൾട്ട് ഈക്വൽ ടു 0. ചരിഞ്ഞു പോയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. മൈനസ് 4I2 മൈനസ് 2 × I2 പ്ലസ് I3 മൈനസ് I1 പ്ലസ് 10 ഈക്വൽ ടു 0. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. മൈനസ് 4I2 മൈനസ് 2I2 മൈനസ് 2I3 മൈനസ് I1 പ്ലസ് 10 ഈക്വൽ ടു 0. I1 I2 I3 ഒന്നിലധികം ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യുക. സോ മൈനസ് 4I2 മൈനസ് 2I2 മൈനസ് 6I2 മൈനസ് 2I3 മൈനസ് I1 ഈക്വൽ ടു പ്ലസ് 10 ഈക്വൽ ടു 0. നമുക്ക് I1 I2 ഒക്കെ ഒരു സൈഡിൽ കൊണ്ടുവരാം, 10 അവിടെ നിർത്താം. സോ നമുക്ക് ബാക്കി 10 ഒഴിച്ച് ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസിനെയും ഈക്വലിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. സോ എന്ത് വരും? 6I2 പ്ലസ് 2I3 പ്ലസ് I1 ഈക്വൽ ടു 10. ഇക്വേഷൻ നമ്പർ 1. ക്ലിയർ ആണ്? കൈയാണ് ചോദിക്കുകയാണെങ്കിൽ സെയിം പരിപാടി ഈ അടിയിലുള്ള ലൂപ്പിൽ അപ്ലൈ ചെയ്യുക. ഈ പറയുന്ന ADCA എന്ന് പറയുന്ന ആ ലൂപ്പിലും ഇതേ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാം. ലൂപ്പ് റൂൾ ഇൻ ADCA സ്റ്റാർട്ട് ചെയ്തോളൂ. സോ I1 മൈനസ് I2 കറണ്ട് ആണ് ഇങ്ങോട്ട് പോകുന്നത്. സോ 4 × I1 മൈനസ് I2 പ്ലസ് ആണോ മൈനസ് ആണോ? കറണ്ട് സെയിം ഡയറക്ഷൻ ആണ്, സോ മൈനസ്. ഡിയിൽ നിന്ന് സിയിലേക്ക് പോവാം. കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, കറണ്ട് ഇതാണ്, റെസിസ്റ്റൻസ് ഇതാണ്. സോ പ്ലസ്, കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, പ്ലസ് 2 × I2 പ്ലസ് I3 മൈനസ് I1. സിയിലെത്തി. സി എയിലേക്ക് പോവാം. I1 ആണ് കറണ്ട്, ഫസ്റ്റ് റെസിസ്റ്റൻസ് 1 ohm ആണ്. സോ I1 × 1 വിച്ച് ഈസ് I1. കറണ്ട് സെയിം ഡയറക്ഷൻ ആണ്, സോ മൈനസ് I1. മൈനസ് I1. പിന്നെയും നമുക്കിവിടെ EMF ഉണ്ട്, പ്ലസ് 10 വോൾട്ട് ഈക്വൽ ടു 0. എടാ ഓക്കെ ആണ്? കൈ കാണിച്ചടാ, ക്ലിയർ ആണെങ്കിൽ. ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാൻ അറിയാലോ?
കറണ്ടിന്റെ സെയിം ഡയറക്ഷൻ പോവാണെങ്കിലും നെഗറ്റീവ്, കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് പോസിറ്റീവ്. EMF ബാറ്ററി ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്. ടു വാട്ട് എന്ന് നോക്കാം. ടു പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, ടു നെഗറ്റീവ് ആണ് നെഗറ്റീവ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. -4i1 പ്ലസ് 4i2 പ്ലസ് 2i2 പ്ലസ് 2i3 മൈനസ് 2i1 പിന്നെ അഗെയിൻ മൈനസ് i1 പ്ലസ് 10 ഈക്വൽ ടു 0. i1 ഉള്ള ടേംസ് ഒക്കെ ആഡ് ചെയ്യാം, i2s ഒക്കെ ആഡ് ചെയ്യാം, i3s ഒക്കെ ആഡ് ചെയ്യാം. സോ -i1 - 2i1 ദെൻ -i1. മക്കളെ ഇതിൽ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. എന്തെങ്കിലും മൈനസോ പ്ലസോ മാറിപ്പോണെങ്കിൽ പറയണം. സോ -4i1 -2i1 -6i1 -7i1 -7i1 i2 plus 4i2 plus 2i2 6i2. So plus 6i2. ഇനി i3 2i3 plus 2i3 plus 10 equal to 0. സോ 10 അവിടെ നിർത്തുക, ബാക്കിയുള്ള എല്ലാത്തിനെയും അപ്പുറത്തേക്ക് കൊണ്ടുവരാം. സോ 7i1 minus 6i2 minus 2i3 equal to 10. ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഇതുവരെ ക്ലിയർ ആണ്? കൈയാണ് ചോദിക്കുകയാണെങ്കിൽ ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 ചെയ്യാം. ഇത് കഴിയില്ല കേട്ടോ. നമുക്ക് AC ബ്രാഞ്ചിലെ, അതായത് A to C ബ്രാഞ്ച്, ഈ ബ്രാഞ്ചിലെ കറണ്ട് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ബാക്കി നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്യാം. A to C. സോ ഇക്വേഷൻ 1 ഉം 2 ഉം കിട്ടി. ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 ചെയ്യാം. ഇംപ്ലൈസ് ഇക്വേഷൻ 1 6i2 minus 6i2 ഉണ്ട് ഇവിടെ. സോ 0 ആകും. Then 7i1 plus i1, that is 8i1 minus 2i3. ഇവിടെ plus 2i3 ഉണ്ട്, അതും 0 ആകും. സോ 8i1 equal to 10. റൈറ്റ് ഹാൻഡ് സൈഡിൽ, ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ 10. സോ 10 plus 10 20. ക്ലിയർ ആണ്? കൈയാണ് ചോദിക്കുകയാണെങ്കിൽ യെസ്. And therefore i1 is equal to 20/8 or 5/2 or 2.5 ampere ആണ് i1, which is i1 ആണ് നമ്മുടെ AC ബ്രാഞ്ചിലെ കറണ്ട്. i1 2.5 ampere. ക്ലിയർ ആണ്? കൈയാണ് ചോദിക്കുകയാണെങ്കിൽ ഓക്കെ. ഇനി ഞാൻ ഇതിന്റെ സ്റ്റെപ്സ് പറയാം. അപ്ലൈ ലൂപ്പ് റൂൾ നിങ്ങൾ എഴുതിയെടുത്തോളൂ. അപ്ലൈ ലൂപ്പ് റൂൾ ഇൻ ഈ ബ്രാഞ്ചിൽ അപ്ലൈ ചെയ്യാം. BDFB എന്നുള്ള ആ ബ്രാഞ്ചിൽ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്തിട്ട് അതിൽ നമ്മൾ i1ന് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ള ഈ 2.5 ആംപിയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് i1 ഈക്വൽ ടു 2.5 ആംപിയർ. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. i2 ഈക്വൽ ടു 2.5 മൈനസ് i3. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. അതിന് 3 കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 3 2.5 മൈനസ് i3 എന്ന് കിട്ടും. അത് ഇക്വേഷൻ നമ്പർ 3. ഈ ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 3 ഇൻ ഇക്വേഷൻ 1. നമുക്ക് i3 കിട്ടും. i3യുടെ വാല്യൂ വരുന്നത് i3 ഈക്വൽ ടു
15/8 ആംപിയർ ആണ്. I3യുടെയും I1യുടെയും വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഈക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് I2ന്റെ വാല്യൂ കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് I1 and I3 the value in equation 3 ആണ് ഏറ്റവും ബെസ്റ്റ് ഇക്വേഷൻ. ഇക്വേഷൻ 3 we get I2 equal to 5/8 ആംപിയർ. ഇതൊക്കെയാണ് സ്റ്റെപ്സ് കേട്ടോ, നിങ്ങൾ ചെയ്ത് നോക്കണം. I1 നമുക്ക് കിട്ടി ഓൾറെഡി. BDFBയിൽ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുക. ആ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്ത ഇക്വേഷനിലേക്ക് I1 = 2.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് I3യുടെ വാല്യൂ കിട്ടും. I1ഉം I3യും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് I2ന്റെ വാല്യൂ കിട്ടും. സോ I1ഉം I2ഉം I3യും കിട്ടിക്കഴിഞ്ഞു. നമുക്ക് കാണേണ്ടത് A-Bയിലെ കറന്റ് ആണ്, വിച്ച് ഈസ് I2 എന്ന് പറഞ്ഞാൽ 5/8 തന്നെയാണ്, 5/8 ആംപിയർ. ദെൻ AC-യിലെ കറന്റ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു, I1 ആണ്, വിച്ച് ഈസ് 2.5 ആംപിയർ. ആൻഡ് ഫൈനലി BC-യിലെ കറന്റ് എന്ന് പറഞ്ഞാൽ I2 + I3 ആണ്, ദാറ്റ് ഈസ് 5/8 + 15/8, സോ 20/8. ഇതാണ് BC-യിലെ കറന്റ്. ബുദ്ധിമുട്ടുള്ളൂ, ഇത് ഈസിയാണ്. ക്ലിയർ ആണ്? കൈയാണ് ചോദിക്കുകയാണെങ്കിൽ സോ ചെയ്യുക. വേറെ പുതിയ കൺസെപ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ ചെയ്ത ഈ സ്റ്റെപ്പിന്റെ റിപ്പീറ്റേഷൻ ആണ്. ലൂപ്പ് റൂൾ BDFBയിൽ അപ്ലൈ ചെയ്യുന്നു, ഈ പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ചെയ്യുന്നു. സെയിം ഐഡിയ ആണ്, ബട്ട് ബിറ്റ് ലെങ്തി ആണ്. എല്ലാവരും സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക, ഡൗട്ട്സ് ചോദിക്കുക. ക്ലിയർ ആണ്? കൈയാണ് ചോദിക്കുകയാണെങ്കിൽ ശരി, ഡൗട്ട്സ് ചോദിച്ചോളൂ. യെസ്, ഷെർലിൻ. ഇതാണോ? ഇതാണോ? ആ, BD നമുക്ക് ഏത് ഓർഡർ വേണമെങ്കിൽ എടുക്കാം. അതിനനുസരിച്ച് നമ്മുടെ ഐഡിയ സബ്സ്റ്റിറ്റ്യൂഷൻ കറക്റ്റ് ആയാൽ മതി. ഇല്ല, അത് മാറിക്കോട്ടെ, കുഴപ്പമില്ല. ക്ലോക്ക് വൈസ് നമുക്ക് വേണ്ട സൈൻ കൺവെൻഷൻ സെയിം തന്നെ. അതായത് നമുക്ക് ക്ലോക്ക് വൈസ് മാത്രം എടുക്കാൻ പാടുള്ളൂ, ആന്റി ക്ലോക്ക് വൈസ് എടുക്കാം, അങ്ങനെ റൂളില്ല. നമുക്ക് ഒരു ലൂപ്പ് ക്ലോക്ക് വൈസ്, മറ്റേ ലൂപ്പ് ആന്റി ക്ലോക്ക് വൈസ്, എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഓർഡർ മാറ്റർ ചെയ്യുന്നില്ല. റൂള് എപ്പോഴും അത് തന്നെയാണ്. ഏത് കറണ്ടിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ പോസിറ്റീവ്, കറണ്ടിന് സെയിം ഡയറക്ഷൻ നെഗറ്റീവ്. ക്ലോക്ക് വൈസ് എടുക്കാം. ഈ -I1 ആണോ? അതെന്താന്ന് വെച്ചാ ഈ ലൂപ്പ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ I1 കറണ്ട് പോകുന്നത്, ഇത് 1 ohm അല്ലേ? സോ 1 × I1. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണോ? പ്ലസ് എടുത്ത്, പ്ലസ് ആണല്ലോ, പ്ലസ്. അങ്ങനെ ഇതിപ്പോ കറണ്ട് സെയിം ഡയറക്ഷൻ അല്ലേ? നോക്ക, അതായത് നമ്മൾ എടുക്കുന്ന ആ ബ്രാഞ്ചില് കറണ്ട് എങ്ങോട്ടാന്ന് നോക്കാം, നമ്മൾ പോകുന്ന ഡയറക്ഷൻ നോക്കാം, അത് രണ്ടും നോക്കിയാൽ മതി. സോ A2 ലൂപ്പ് ഫുൾ ആയിട്ട് ഇല്ല അത് അതിൻ്റെ. ഇപ്പൊ ഈ ലൂപ്പിന്റെ ഒരേ ലൂപ്പിന്റെ ഈ സൈഡില് ഈ ബ്രാഞ്ചില് കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനും ഇവിടെ സെയിം ഡയറക്ഷനുമാണ്. അതൊന്നും നമ്മൾ വിഷയമല്ല, അതൊക്കെ അങ്ങനെ ആകാം, തിരിച്ചു മറിച്ചൊക്കെ വരാം. നമ്മളതൊന്നും നോക്കരുത്. എവിടെയാണോ നമ്മൾ എടുക്കുന്ന ആ ഒരു ലൂപ്പ് പൊട്ടൻഷ്യൽ റെസിസ്റ്റൻസ് അക്രോസ് കറണ്ട് ഓപ്പോസിറ്റ് ആണെങ്കിൽ നെഗറ്റീവ്, പോസിറ്റീവ്, സെയിം ഡയറക്ഷൻ നെഗറ്റീവ്, നമ്മൾ അത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഗുഡ്. യെസ്. ശ്രേയ, ചെറിയ ഡൗട്ടാണോ?
എന്നാൽ നമുക്ക് എക്സാം ടൈമായി, നമുക്ക് അവസാനം എടുക്കാം, കുഴപ്പമില്ലല്ലോ. യെസ്, ഹോംവർക്ക് ക്വസ്റ്റ്യൻ എഴുതോളൂ കേട്ടോ. ഓക്കെ ഗൈസ്, ഇത് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും സ്ക്രീൻഷോട്ട് എടുക്കാം, അറ്റംപ്റ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ, എല്ലാവരും എക്സാമിന് പ്രിപ്പയർ ആകുക. എക്സാമിന് പാരന്റ് നിർബന്ധമാണ്. നിങ്ങൾ ഇവിടെ മുന്നേ പെർമിഷൻ വാങ്ങിയിട്ടില്ലെങ്കിൽ പാരന്റ്സ് നിർബന്ധമാണ് കേട്ടോ, അതിൽ കോംപ്രമൈസ് ഇല്ല. ഓക്കെ.